ഡോക്ടർ, ഈ സെക്ഷൽ അഡിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ എങ്ങനെയാണ് ഈ അഡിക്ഷനിലേക്ക് എത്തിപ്പെടുന്നത്? അങ്ങനെ ഒരു അഡിക്ഷൻ എന്നൊന്നും പറയാനില്ല. ഇപ്പോൾ നമ്മൾ എന്തിനാ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്? ഇപ്പം ഒരു ദിവസം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നു, അത് കഴിഞ്ഞിട്ട് നേരം വെളുക്കുന്നവരെ തൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും വൈകൃതമാണ്. ഒരു അഡിക്ഷൻ എന്നൊന്നും അതിനെ ആ പേര് അത് സത്യം പറഞ്ഞ ഒരു അസുഖമാണെന്ന് പറയാം. അതിന് നമുക്ക് അഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നീലച്ചിത്രങ്ങൾ കാണുക, അതിങ്ങനെ നിരന്തരമായി കാണുകയാണെങ്കിൽ നമുക്ക് അഡിക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും വ്യക്തിക്ക് ദോഷം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഏത് വിഷയം എടുത്താലും സെക്സിലേക്ക് പോവുക, അങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ ചിലർക്ക് ഒരു ഭാര്യയെ കൊണ്ട് തൃപ്തി വരാത്ത ചില വ്യക്തികൾ പല സ്ത്രീകളുടെയും പുറകെ പോകുന്നു വേണം. ഇതിനൊന്നും അഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു നിയന്ത്രിക്കപ്പെടേണ്ട കാര്യമാണ്, പക്ഷേ സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ഈ സെക്ഷൽ അഡിക്ഷൻ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കണം, വീണ്ടും വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, അത് നമ്മുടെ കമ്പൾസീവ് സെക്ഷൽ ഡിസോർഡർ അങ്ങനെയൊക്കെ ഒരു വാക്കുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ അതിനകത്ത് അത്ര വലിയൊരു ഇഷ്യൂ ഉണ്ട്, സമൂഹത്തിന് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. പക്ഷേ ഉപദ്രവം, ഈ ലൈംഗിക വൈകൃതങ്ങൾ സമൂഹത്തിന് ഉപദ്രവമുള്ളതാണെങ്കിൽ കഴിയുന്നു അതിനുള്ള ചികിത്സ തേടണം. ചികിത്സ തേടുന്നില്ലെങ്കിൽ അവിടെ പറ്റുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇവർ നേരെ പോലീസിൻ്റെ പിടിയിലാവും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വൈകൃതമാണോ ഇവൻ്റെ അസുഖമാണോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർ നല്ലവണ്ണം അതിനകത്ത് പെരുമാറും. ആ പെരുമാറ്റം കഴിഞ്ഞിട്ട് വരുമ്പോൾ വീണ്ടും എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അതേ രീതിയിൽ തന്നെ ഇതിലേക്ക് വരും. അതുകൊണ്ട് വൈകൃതങ്ങൾ ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. അത് ചികിത്സിച്ച് മാറ്റാതിരുന്നാൽ ഒരു കുടുംബജീവിതം തകരാറിലായി മാറും. അത്രേ ഉള്ളൂ. ഡോക്ടർ, ഈ പങ്കാളികളുടെ പരസ്പരമായിട്ടുള്ള പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാവും ലൈംഗിക ബന്ധത്തിലൊക്കെ, അതെങ്ങനെയാണ് തുറന്ന് സംസാരിക്കാൻ സാധിക്കുക? അതിപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഒരു പങ്കാളിക്കുള്ള അത് വൈകൃതമായിട്ട് കുറച്ചൊക്കെ ബന്ധപ്പെട്ടതാണ്. അതായത് പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെടണം, ഈ രീതിയിൽ ബന്ധപ്പെടണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ ഓറൽ സെക്സ് ലൈംഗിക വൈകൃതമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും വൈകൃതക്കാരാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പൊസിഷൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കാര്യത്തിൽ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു പോസ്റ്റ്മോർട്ടം പോലെ, അതായത് ഒരു ലൈംഗിക ബന്ധം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ആകാമായിരുന്നു അങ്ങനെ ആകാമായിരുന്നു എന്നുള്ള ഒരു ചർച്ച നടത്തുന്നത് പിറ്റേ ദിവസമെങ്കിലും നല്ലതാണ്. ആ രീതിയിൽ അവരുടെ ആനന്ദം ഉന്നതിയിലേക്ക് എത്തിക്കാനും കഴിയും. അതല്ലാതെ ഒന്നും മിണ്ടാതെ എനിക്ക് ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ നടക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്ന ആ പണ്ട് എന്നാ രണ്ട് ധ്രുവങ്ങളിൽ നിന്നിരുന്ന കാലമൊക്കെ മാറി. അവർ സെക്സിനെ കുറിച്ച് കാര്യമായി സംസാരിക്കുന്നുണ്ട്, അത് എങ്ങനെ വേണമെന്നുള്ളത് സംസാരിക്കുന്നുണ്ട്. കാരണം ഒരു വലിയ വാതിൽ അവിടെ തുറന്നു കിടപ്പുണ്ട്, ഇൻ്റർനെറ്റ് എന്നുള്ളത്. അതിൽ വെച്ചിട്ട് ഓരോന്നോരോന്ന് നോക്കി അവർ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ സർ. ഈ അടുത്തൊരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ലൈംഗിക ഉത്തേജക മരുന്ന് അമിതമായി കഴിച്ചിട്ടൊരു യുവാവ് മരണപ്പെട്ടു എന്നുള്ളത്. അതിനുള്ള സാധ്യതയുണ്ടോ? ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ലൈംഗിക ഉത്തേജനത്തിലുള്ള മരുന്ന് അദ്ദേഹം കഴിച്ചു, അമിതമായിട്ട് കഴിച്ചു. ഇപ്പോൾ വയാഗ്രയോ അങ്ങനെ എന്തെങ്കിലും ഗുളികകളോ ഏതെങ്കിലും അമിതമായിട്ട് കഴിച്ചാലൊന്നും ആൾ മരിക്കുകയില്ല. അതേസമയത്ത് വളരെ കുറച്ച് കഴിച്ചാലും മരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിവാഹം കഴിക്കാത്ത ചില ചെറുപ്പക്കാർക്ക്, അതായത് തൻ്റെ കാമുകിയുടെ മുമ്പിൽ താൻ വളരെ ശക്തിമാനാണെന്നും ലൈംഗിക ശക്തിമാനാണെന്നും തൻ്റെ കപ്പാസിറ്റി തെളിയിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഈ കപ്പാക്കുറ്റിയാണ് ഇതിനകത്തെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ സെക്ഷൽ കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ട്. അതൊരു ഈ ഇന്നത്തെ തലമുറയിലെ എന്നാണ് യങ്ങർ ജനറേഷനിൽ അങ്ങനെ എന്തോ ഒരു ധാരണ ഉണ്ട്, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് തൻ്റെ ഇണയെ തൃപ്തിപ്പെടുത്തും. അതിന് വേണ്ടിയിട്ട് ചുമ്മാ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വയാഗ്ര വാങ്ങി കഴിക്കും. അത് ഇങ്ങനെ പോകുന്ന വ്യക്തികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വയാഗ്ര കഴിച്ചുകൊണ്ടല്ല ഈ വ്യക്തികൾ മരിക്കുന്നത്. ഇവൻ അല്പം ഡ്രഗ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ MDMAയോ അതുപോലെയുള്ള എന്തെങ്കിലും മരുന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഷർ പെട്ടെന്ന് കുറഞ്ഞു പോകും. അപ്പോൾ അത് അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ടല്ല, അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ചില റീക്രിയേറ്റീവ് ഡ്രഗ്സ്, അതായത് ഉപയോഗിക്കുക, അതേതാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അങ്ങനെ മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കാണിത് മരണം സംഭവിക്കുന്നത്.
പിന്നെ വല്ല ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ള വ്യക്തിയായിരിക്കാം. അയാൾ സോർബിറ്റേറ്റ് പോലുള്ള ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഈ കപ്പാക്കുറ്റി തെളിയിക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവനവന് ശാരീരികമായിട്ട് സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ബന്ധം വെച്ചിട്ട് അങ്ങോട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ആദ്യ രാത്രിയിൽ ഈ വയാഗ്ര കഴിച്ചിട്ടൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ചില വിട്ടി കൂഷ്മാണ്ഡങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിയില്ല. അവൻ്റെ പെർഫോമൻസ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഞാൻ വലിയൊരു പവർമാനാണെന്ന് ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താനാണ് ഈ കഷ്ടപ്പാട്. അതിന് അപ്പോൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാവും. അവർ കുറച്ച് മറ്റുള്ള ഡ്രഗും കൂടെ എടുക്കുക. അത്തരം വ്യക്തികൾക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം പെട്ടെന്ന് പ്രഷർ കുറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ പത്രത്തിലും മറ്റിതിലുമൊക്കെ എങ്ങനെയാണ് വരിക, ലൈംഗികത്തിനോട് കാമുകിയെ വിളിച്ചു വരുത്തി. ഇത് ഹരിയാനയിലും കണ്ടുണ്ടായതാ. കാമുകിയെ വിളിച്ചു വരുത്തി, അവൾ വരുന്നതിന് മുമ്പ് ഇവൻ റെഡിയായി നിന്നതാണ്. ആ റെഡിയായില്ലായിരുന്നെങ്കിൽ അവൻ മരിച്ചു പോകില്ലായിരുന്നു. നമ്മൾ പ്രധാനപ്പെട്ട ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇതിൽ ഏതാണ് വൈകൃതം, ഏതാണ് വൈകൃതം അല്ലാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ലൈംഗിക വൈകൃതം ഉണ്ടാവും. അതിനെ വൈകൃതം എന്ന് ആര് വിളിക്കണം എന്നുള്ളതിലാണ്. അപ്പോൾ ഇപ്പോൾ ഒരുത്തൻ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യ ഗൾഫിലാണ്, ഭാര്യ അയച്ചെന്ന കത്ത് വായിച്ചിട്ട് അവന് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നു. പോട്ടെ, കാമുകിയുടെ ഉത്താവും. ഇതൊന്നും വൈകൃതമല്ലല്ലോ. പക്ഷേ അവരുടെ അടിവസ്ത്രം ഉപയോഗിച്ചിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വൈകൃതം എന്ന് വിളിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം വൈകൃതമല്ല, സ്വാഭാവികമാണ്. പക്ഷേ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പീഡോഫീലിയ, അതുപോലെ തന്നെ ഈ എക്സിബിഷനിസം, വോയറിസം ആ വ്യക്തിക്ക് അപകടം ഉണ്ടാക്കുന്നുള്ളൂ. മറ്റവർ കണ്ടുപിടിച്ചാൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്ക് ലൈംഗിക വൈകൃതം എന്ന് വിളിച്ച് നമ്മളതിനെ അങ്ങ് ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. അവർക്ക് ചികിത്സ ചെയ്ത് അവരുടെ ആ ഭാഗം ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അത് സ്വാഭാവിക ഇതിലേക്ക് വരാൻ കഴിയും. ഞങ്ങളിവിടെ ഒട്ടനവധി അത്തരം കേസുകൾ ചികിത്സിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ രോഗികൾ സ്വയം ചികിത്സിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചോണം, ചികിത്സ മടിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് ചികിത്സയ്ക്ക് കിട്ടുള്ളൂ. ഇതാണ് കാണുന്നത്.